അതുപോലെ തന്നെ 7-ാം വാർഡിന്റെ മുൻ പഞ്ചായത്ത് മെമ്പറും നമ്മളെല്ലാം സഹോദരനും ചേട്ടനും നമ്മളിലെല്ലാം ഒരുവനായി കഴിഞ്ഞ നാളുകളിൽ ഈ നിമിഷം വരെ നമ്മളോടൊപ്പം പ്രവർത്തിക്കുകയും 5-ാം വാർഡിന്റെ മെമ്പറുമായി ഇപ്പോൾ പ്രവർത്തിക്കുന്ന നമ്മുടെ രമേശ് ചേട്ടനെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ബഹുമാന്യരായ നാട്ടുകാര്, ടീം അംഗങ്ങള്, ഈ സംരംഭത്തിന്റെ സംഘാടകരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന കർമ്മം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കല്ലറ ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയ പ്രസിഡന്റ് ശ്രീമാൻ ജോണി തോട്ടുങ്ങൾ അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട 7-ാം വാർഡ് നിവാസികളെ, കാവുമറ്റം SC ഡൈനാമോ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടത്തപ്പെടുന്ന കൊച്ചുകുട്ടികളുടെ ഫുട്ബോൾ മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുവാൻ എന്നെ ഇന്നലെയാണ് കൊച്ചുമോൻ വന്ന് കാണുന്നത്. ഒരു ഇതും കൂടാതെ ഞാൻ വരാമെന്ന് പറഞ്ഞു. 9:15 എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ സമയം 9:30 കഴിഞ്ഞു. 10 മണിക്ക് എനിക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് എൻ്റെ വളരെ ഒരു ആഗ്രഹമാണ്. കാരണം കൊച്ചുകുട്ടികൾ ഇങ്ങനെ അവധിക്കാലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കാണുമ്പോൾ വളരെ വിഷമമുള്ള ഒരാളാണ് ഞാൻ. ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വളരെയധികം അവർക്ക് അവരുടെ മനോവീര്യത്തെയും അവരുടെ ശാരീരിക ക്ഷമതയും മറ്റു വശങ്ങളിലേക്ക് പോകാതെ ദൂഷ്യവശങ്ങളൊന്നും ചെയ്യാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ബഹുമാന്യനായ 5-ാം വാർഡിൻ്റെ മെമ്പറും ഈ വാർഡിൻ്റെ താമസക്കാരനുമായ പ്രിയങ്കരനായ ശ്രീ രമേശ് കാവുമറ്റം അവർ, ഗ്രാമപഞ്ചായത്തിൻ്റെ 7-ാം വാർഡ് മെമ്പർ ഇവിടെ നിന്ന് എത്തിച്ചേരും ശ്രീമതി അമ്പിളി ബിനീഷ്, സർവോപരി എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ കൊച്ചുമോൻ, ഇവിടെ കൂടിയിരിക്കുന്ന 7-ാം വാർഡിലെ ഈ കളി കാണുവാനും ഈ സംരംഭത്തെ വിജയിപ്പിക്കാനും എത്തിച്ചേർന്നിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, ഇതിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന അവനെ ഒന്ന് ട്രെയിൻ ചെയ്തിരുന്നു ലിഫ്റ്റൻ ആണോ? എനിക്കറിയാൻ പറ്റാറ്. കൊച്ചുമോൻ്റെ മകനും കൂടിയായ ലിഫ്റ്റൻ, ഇവനെ നമുക്ക് പൊക്കിയെടുക്കണം ഇവിടുന്ന്. ലിഫ്റ്റൻ, മറ്റവൻ്റെ കൂട്ടുകാരായി എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ നല്ലവരായ യുവജനങ്ങളെ, വിദ്യാർത്ഥികളെ, കൊച്ചുമക്കളെ, ദീർഘമായിട്ട് ഞാനൊന്നും സംസാരിക്കുന്നില്ല. ഞാൻ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. ഈ അവധിക്കാലങ്ങളിൽ നിങ്ങൾ മറ്റുള്ള ദുശീല അല്ലെങ്കിൽ അപകടം പിടിക്കുന്ന മേഖലയിലേക്ക് തിരിയാതെ ഇങ്ങനെയുള്ള കലാകായിക